സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ 50-ാം ദിനം മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ ആശാ വർക്കേഴ്സ്. തിങ്കളാഴ്ചയാണ് പ്രതിഷേധം. സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും നൽകിയില്ല എന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ 50-ാം ദിവസം ആശാ വർക്കർമാർ, സ്ത്രീകൾ ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളിവിടെ സമരപരിപാടി എടുക്കുകയാണ്. സമരം ചെയ്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ഇൻസെന്റീവും കിട്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. ഇവിടെ ഈ സമരപ്പന്തലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ₹1 പോലും ഫെബ്രുവരി മാസത്തെ ഓണറേറിയം ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല. സംസ്ഥാന വ്യാപകമായിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, കഷ്ടമാണ് സത്യം പറഞ്ഞ ആശാ വർക്കേഴ്സിന്റെ കാര്യം. അവർ ആ കൊടും ചൂടത്ത് സമരമിരുന്നു, മഴ കൊണ്ടു, അതിനുശേഷം ഉപവാസ സമരം നടത്തിയപ്പോഴാ 50-ാം ദിവസത്തിൽ മുടിമുറിക്കാൻ കൂടി തയ്യാറാവുകയാണ്. ഏത് തരത്തിൽ ഇനി ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ തീരുമാനിക്കുന്നത്? മുടിമുറിക്കുന്നതിലൂടെ കൂടി കടക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഷായ ഒരു സമരത്തിലേക്ക് മാറുകയല്ലേ? ഇന്നിപ്പോൾ ആശാ സമരം 47 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉപവാസ സമരം അത് 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2 ഘട്ടമായി ആരോഗ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തി. അപ്പോഴും ഇവർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ, അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഈ 2 വിഷയങ്ങളിലും ചർച്ചയ്ക്ക് പോലും ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നാണ് ആശാ പ്രവർത്തകർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് സമരം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് 50-ാം ദിവസമാവുന്ന തിങ്കളാഴ്ച മുടിമുറിച്ച് സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിങ്കളാഴ്ച 10 മണിയോടുകൂടി ആശാ പ്രവർത്തകർ മുടിമുറിച്ച് അവരുടെ പ്രതിഷേധം അതിശക്തമായി രേഖപ്പെടുത്തും. എന്തായാലും സമരസമിതി നേതാവ് മിനി ചേരുന്നുണ്ട്. നമസ്കാരം. എന്തായാലും സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. കാരണം 50 ദിവസമാവുകയാണ്. ഇനി നിങ്ങൾ സമരം ഏത് രീതിയിൽ പോകുമെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അവരുടെ സംശയത്തിന് കൂടി ദൂരീകരിച്ചുകൊണ്ടാണ് മുടിമുറിച്ച് സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? കാരണം ഞങ്ങളൊരു സ്വയം സഹന സമരത്തിലാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഇതിപ്പോൾ 47 ദിവസമാകുമ്പോൾ 9 ദിവസമാണ് നിരാഹാര സമരം. ഞങ്ങളുടെ പ്രായം ചെന്ന ആശാ വർക്കർ അമ്മമാരാണ് ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ധാരാളം ആരോഗ്യ പ്രശ്നമുണ്ട്. എല്ലാ ആളുകൾക്കും ആരോഗ്യ പ്രശ്നമാണ് ഇത്രയും കടുത്ത വേനല്ലേ. അപ്പോൾ അതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് അവർ ആരോഗ്യ പ്രശ്നമായിട്ട് അവർ തെരുവിൽ സമരം ചെയ്ത് ഇത്രയും ദിവസമായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ, കാരണം സ്ത്രീകളെ സംബന്ധിച്ചോളം മുടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇവിടെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിയാനോ കത്തിക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതും ഒരു സ്വയം പീഡ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. സമരത്തിൻ്റെ 50-ാം നാളായിരിക്കുന്ന 31-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ സമരപ്പന്തലിൽ ഞങ്ങൾ മുടി മുറിക്കും. ഈ വാർത്ത ഞങ്ങൾ മറ്റു ജില്ലകളിലെ ഞങ്ങളുടെ പ്രവർത്തകരിലേക്ക് കൈമാറുകയാണ്. തീർച്ചയായിട്ടും അത് കേരളം ഏറ്റെടുക്കുന്ന ഒരു സമരമായി. മറ്റ് ജില്ലകളിൽ ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് സമരത്തിന് അനുകൂലമായി പ്രകടനം ഉണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും സമാനമായി ഓരോ ദിവസവും ഈ സമരത്തിന് അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം കേരളത്തിലൊരു ഹിതപരിശോധന നടത്തിയാൽ 99% ആളുകളും ഈ സമരത്തോടൊപ്പമാണ്, ആശാ വർക്കർമാരോടൊപ്പമാണ്. ഈ വേതനം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഗവൺമെൻറ് മാത്രം എടുക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു അപൂർവമായ കാഴ്ചയാണ്. ഇതൊരു വലിയൊരു ജനമുന്നേറ്റമാണ്. ആ ജനമുന്നേറ്റം ഗവൺമെൻറ് കണ്ടേ മതിയാവുള്ളൂ. പൊതുജനങ്ങൾ നൽകുന്ന നികുതിപ്പണമാണ്. പൊതുജനങ്ങൾക്ക് സമ്മതമാണ് ഈ നികുതിയിൽ നിന്ന് ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിക്കുന്നത്. യാതൊരു തടസ്സവുമില്ല. എന്തായാലും നിരവധി സമരങ്ങൾ കണ്ട സ്ഥലമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഈ PSC പരീക്ഷ എഴുതി നിയമനം കാത്തിരിക്കുന്നവർ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു, സ്വയം പീഡിപ്പിച്ച്, സ്വയം ശയനപ്രതിഷ്ഠ നടത്തി പ്രതിഷേധിച്ചു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം കണ്ട സ്ഥലമാണ്. പക്ഷേ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രായം ചെന്നവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടം ഈ സാധാരണ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരാണ് ഈ ഒരു സമരം സ്വയം ഒരു മുടി മുറിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നത്. ചേച്ചി, തിങ്കളാഴ്ച മുതൽ സ്വയം മുടി മുറിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പം എല്ലാവരും സമരത്തിന് ഒപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒപ്പം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരുപാട് പേര് ഇപ്പം പലരും നിരാഹാര സമരം നടത്തി ആരോഗ്യ പ്രശ്നങ്ങളായി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വളരെ ചൂടും ഇടവിട്ടുള്ള മഴയും എല്ലാം വരുമ്പോൾ, അല്ലേ? അതെ, വളരെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും രോഗികളാണ്. ആ സ്ഥിതിയിലാണ് നമുക്ക് 232 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും. എന്തായാലും സമരം ശക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിങ്കളാഴ്ച ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, കൂടുതൽ കടുപ്പിക്കുകയാണ് സമരമുറ. മുടിമുറിച്ചാണ് ഇനിയുള്ള പ്രതിഷേധം. ആ രീതിയിലേക്കാണ് കടക്കുന്നത്. എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അത് അനുവദിച്ച് കിട്ടുന്നതുവരെ, അതിൽ ഒരു പരിഗണന ഉണ്ടാകുന്നതുവരെ ഈ സമരം അങ്ങനെ തുടരാൻ തന്നെയാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം.